യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചുറ്റിൽ നിന്നെന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചുറ്റിൽ നിന്നെന്നെ കയറ്റി. ദ്രുതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ എന്തിനു വേണ്ടി പോയാലും പ്രവർത്തിച്ചാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളതാണ് മനുഷ്യന്റെ ആഗ്രഹം. ജീവിത സാഹചര്യങ്ങളിൽ വെയിറ്റ് ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് താല്പര്യമില്ലെങ്കിലും നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്കായി കാത്തിരിക്കുവാൻ നിർബന്ധിതരാകുന്ന സമയങ്ങളുണ്ട്. ഈ കാത്തിരിപ്പിൽ പലപ്പോഴും നിരാശയും ഭയവും വേദനയും ഒക്കെ ഉണ്ടായെന്നിരിക്കാം. പല കാത്തിരിപ്പുകളും വഞ്ചനയിലും പരാജയത്തിലും ചെന്നെത്തിപ്പെടാം. വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും എത്തിപ്പെടുന്ന കാത്തിരിപ്പുകളുമുണ്ട്. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വായിക്കുന്നു. 64:4 നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. For since the beginning of the world, men have not heard nor perceived by the ear, nor has the eye seen any God besides you, who acts for the one who waits for him. നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ നാം എല്ലാവരും കാത്തിരിപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് നാം കാത്തിരിക്കേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും നാം ദൈവഹിതപ്രകാരമാണോ കാത്തിരിക്കുന്നത് എന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. വീണ്ടും പറയുന്നത്, നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നാം കാത്തിരിക്കുവാൻ തീരുമാനിക്കുന്ന സംഗതികൾ ദൈവത്തിന് സമർപ്പിക്കുക. പ്രവാചകനായ മീഖ പറയുന്നു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. വിലാപങ്ങളുടെ പുസ്തകം 3:25-26 പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന്. പരിശുദ്ധാത്മാവിനായി അവർ കാത്തിരുന്നു പ്രാപിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കാത്തിരിപ്പുകൾ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും എത്തുവാൻ ചെയ്യേണ്ട കാര്യമാണ് നാം ചിന്തിച്ചു വരുന്നത്. നമ്മുടെ കാത്തിരിപ്പുകൾ ദൈവത്തിന് സമർപ്പിക്കുക. പ്രാർത്ഥനയാലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും കാത്തിരിക്കുവാൻ പരിശീലിക്കുക. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു ദൈവം നമുക്കുണ്ട്. ദാവീദ് പറയുന്നു, യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്നവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവർക്ക് അവസാനമായി പൗലോസിനോട് ചേർന്ന് ഇങ്ങനെ പറയുവാൻ കഴിയും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവം സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ആകയാൽ കാത്തിരിപ്പിനായി പരിശീലിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുവാൻ മനസ്സില്ലാതെ ക്ഷമ കിട്ടുപോകുന്നു. പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലും കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു
നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്.